Hello everyone, welcome to Riles Academy. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീച്ചിങ് എക്സാംസിലെ സൈക്കോളജിയിലെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ലേണിംഗ് എന്നുള്ളത്. ഓക്കെ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു സെക്ഷൻ ആണ് ലേണിംഗ് എന്നുള്ളത്. ഒക്കെ ഒരുപാട് തിയറീസുകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സൈക്കോളജിസ്റ്റിനെ പറ്റി, ഒരുപാട് ഫിലോസഫേഴ്സിനെ പറ്റി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയില് നമ്മൾ എന്താണ് ലേണിംഗ് എന്നുള്ളതിന്റെ വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ലേണിംഗിന്റെ വളരെ ബേസിക്സ് ആയിട്ടുള്ള അതിന്റെ ഇൻട്രൊഡക്ഷൻ, അതിന്റെ ഒരു ബേസിക് ഫ്രെയിം വർക്ക് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലേണിംഗിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ഡെഫിനിഷൻസുകൾ ഉണ്ട്. അതൊക്കെ നമ്മൾ ഓരോ ഡെഫിനിഷൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അതിനുശേഷം ലേണിംഗിന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് അതും നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അറ്റ് ദി എൻഡ് 3 ഡൊമൈൻസ് ഓഫ് ലേണിംഗ്. ഓക്കെ, ലേണിംഗിന്റെ കീഴിൽ വരുന്ന അതിന്റെ പില്ലർ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട 3 ഡൊമൈൻസുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണ് ആ ഡൊമൈൻസ്? ആ ഓരോ ഡൊമൈൻസിനും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തു വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മളെ സെക്ഷനിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കാറ്ററ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുപോലെ തന്നെ ടീച്ചിങ് എക്സാംസുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ വീഡിയോയുടെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അഡീഷണലി നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്, ടീച്ചിങ് എക്സാംസുമായി ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്കും ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ലേണിംഗ്. എന്താണ് ലേണിംഗ് എന്നുള്ളത് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് നോക്കാം കേട്ടോ. Learning can be understood as the process through which a person acquires new knowledge, skills, attitude, habits and behaviors. അല്ലെ, ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു പ്രോസസ്സാണ്. പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് കാര്യങ്ങൾ കാരണം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ലേണിംഗ്. ഓക്കെ, അതായത് എക്സ് വൈനെ ബാധിച്ചു എന്നത് എന്താണ്? ഒരു ഫാക്ടർ ഒന്നിനെ ബാധിച്ചു. പക്ഷെ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അങ്ങനെയല്ല. എക്സ് വൈ സെഡ് എ ബി സി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാരണം സംഭവിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് എന്ത്? ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ലേണിംഗില് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മനുഷ്യൻ എന്തൊക്കെയാണ് അക്വയർ ചെയ്യുന്നത്? പുതിയ അറിവുകൾ ലഭിക്കുകയാണ് അല്ലെ. പുതിയ അറിവുകൾ ലഭിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? അതൊരു തരത്തിലുള്ള ഒരു ലേണിംഗ് ആണ്. പുതിയ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ്? അതൊരു ലേണിംഗ് ആണ്. ഒരു മനുഷ്യൻ അവരുടെ ആറ്റിറ്റ്യൂഡ് റിഫോം ചെയ്യുമ്പോൾ അല്ലെ, അവരുടെ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതെന്താണ്? അതൊരു തരത്തിൽ ലേണിംഗ് ആണ്. അതുപോലെ തന്നെ പുതിയ പുതിയ ശീലങ്ങൾ, ഹാബിറ്റുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ്? അതൊരു ലേണിംഗ് ആണ്. അഡീഷണലി നമ്മളെ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരുമ്പോൾ അതെന്താണ്? ഇത് ഒരു തരത്തിൽ ലേണിംഗ് ആണ്. അപ്പൊ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് പല പ്രോസസ്സിലൂടെ മനുഷ്യനിൽ സംഭവിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലേണിംഗ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ലേണിംഗ് എന്നൊരു പ്രോസസ്സ് സംഭവിക്കുന്നത്? അവിടെ നമുക്ക് ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ട്. ഒന്നെന്താണ്? ഒന്ന് ത്രൂ എക്സ്പീരിയൻസ് അല്ലെ, നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് എന്താണ്? ഒരു പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ലേൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടീസ് അല്ലെ, നമ്മൾ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ്? ഫോർ എക്സാമ്പിൾ ഒരു സ്കില്ല് അല്ലെ, നമ്മളിപ്പോ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കാനുള്ള ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? അത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പ്ലേ ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ലേൺ ചെയ്യാണ് ത്രൂ പ്രാക്ടീസ്. അതുപോലെ തന്നെ ഒബ്സർവേഷൻ, നമ്മൾ പല കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെ നമുക്ക് എന്താണ്? ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തുണ്ട്? ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതാണ് ലേണിംഗ് എന്നുള്ളതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ ഒരു എന്താ പറയാ കോർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെ. ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ്സാണ്. അതിലൂടെ ഒരു മനുഷ്യൻ എന്തൊക്കെയാണ് ലഭിക്കുന്നത്? പുതിയ നോളജ്, പുതിയ സ്കില്ല്, ഒരു പുതിയ ആറ്റിറ്റ്യൂഡ്, ഹാബിറ്റുകള്, പുതിയ ബിഹേവിയർ. എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ ലേണിംഗിലൂടെ നേടുന്നത്? ത്രൂ എക്സ്പീരിയൻസിലൂടെ, പ്രാക്ടീസിലൂടെ, ഒബ്സർവേഷനിലൂടെ, നമ്മുടെ എൻവിറോൺമെന്റുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫൗണ്ടേഷണൽ ആസ്പെക്ട് കേട്ടോ. ലേണിംഗ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു മെമ്മറൈസിങ് ഇൻഫോർമേഷൻ ഫ്രം ടെക്സ്റ്റ് ബുക്ക് അല്ലെ. ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്?
കേവലം ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇൻഫോർമേഷൻ തലയിലേക്ക് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന പ്രോസസ് അല്ല ലേണിംഗ്, അല്ലെ? ലേണിംഗ് എന്ന് പറയുന്നതാണ് വളരെ വലിയൊരു കോൺസെപ്റ്റ് ആണ്, അല്ലെ? ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന ചിന്തകളെ മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ് ആ ഒരു 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 മോട്ടിവേഷൻ കൊടുക്കുന്ന പ്രോസസ്സാണ് ലേണിംഗ്, അല്ലെ? നമ്മളെ ഒരു മനുഷ്യന്റെ ചിന്തകൾ മാറാണല്ലേ. ഇപ്പം ശ്രീനിവാസന്റെ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നമ്മളെ ജീവിതത്തില് പല സ്റ്റേജിലൂടെ കടന്നു പോകും. നമ്മൾ മതവിശ്വാസിയാവും, നമ്മൾ നിരീശ്വരവാദിയാവും. നമുക്ക് ആദ്യം ഒരു രാഷ്ട്രീയത്തെ നമ്മൾ എന്ത് ചെയ്യും, അനുകൂലിക്കും. പിന്നീട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയ രാഷ്ട്രീയത്തിലോട്ട് നമ്മൾ മാറും. ഓക്കെ, അപ്പൊ എന്താണ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ചിന്തകളെ അത് അൾട്ടിമേറ്റ്ലി ചേഞ്ച് ചെയ്യാനുള്ള ഒരു പവർ ലേണിങ്ങിനുണ്ട്. ഒരു മനുഷ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കാര്യങ്ങളെ, അല്ലെ, ഒരു മനുഷ്യൻ പെർസീവ് ചെയ്യുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റാനുള്ള ഒരു പവർ ലേണിങ്ങിലുണ്ട്. ഒരു മനുഷ്യൻ ഫീൽ ചെയ്യുന്നത്, അല്ലെ, ഇമോഷണലി ഫീൽ ചെയ്യുന്ന കാര്യങ്ങളെ വരെ ടാക്കിൾ ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്? ലേണിങ്ങിനുണ്ട്. അപ്പൊ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വലിയൊരു പ്രോസസ്സാണ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇവിടെ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വെൻ എ ചൈൽഡ് ലേൺസ് ടു റീഡ്, solve a mathematical problem, communicate with others, or develop a positive attitude towards cleanliness, ഈ എല്ലാ എക്സാമ്പിൾസും എന്താണ്? അത് ലേണിംഗുമായി ബന്ധപ്പെട്ടാണ്, അല്ലെ? ഒരു കാര്യം ഒരു കുട്ടി ഒരു പുസ്തകം വായിക്കുന്ന ഒരു ലേണിംഗ് ആണ്. ഒരു മാത്സിന്റെ പ്രോബ്ലം റീസണിങ്ങിലൂടെ സോൾവ് ചെയ്യുന്നത് ഒരു ലേണിംഗ് ആണ്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമായിട്ട് നല്ല പോസിറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ലേണിംഗ് ആണ്. അതുപോലെ തന്നെ ക്ലെൻലിനെസ്സുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവായിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നതാണ്, അതൊരു തരത്തിൽ ലേണിംഗ് ആണ്. ഓക്കെ, അപ്പോ ലേണിംഗ് എന്ന് പറയുന്നതാണ് ഒരുപാട് ആസ്പെക്ട് ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഓക്കെ, ലേണിംഗ് ഈസ് ജനറലി കൺസിഡേർഡ് റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ, അല്ലെ? ലേണിങ്ങിലൂടെ ഒരു മനുഷ്യൻ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യന്റെ കാലാകാലങ്ങളോളം അവരുടെ ജീവിതത്തിൽ അത് ഉണ്ടാവും എന്നുള്ളതാണ്, അല്ലെ? ഇപ്പം 8 മണിക്ക് ശേഷം ഓയിലി ഫുഡ് കഴിക്കരുത് എന്നൊരു മനുഷ്യൻ അത് ഹാബിച്വൽ ആയിട്ട് അത് ലേൺ ചെയ്തുകൊണ്ട് അത് ഹാബിച്വൽ ആയിട്ട് അത് കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മനുഷ്യനുള്ള കാലത്തോളം എന്ത് ചെയ്യും? ആ ഒരു വ്യക്തി 8 മണിക്ക് ശേഷം ഓയിലി ഫുഡ് കഴിക്കൂല. അതായത് ലേണിങ്ങിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ പെർമനന്റ് ആയിട്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്. അണ്ടർസ്റ്റുഡ്? ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം കേട്ടോ. അത് നമുക്ക് ഗേറ്റ്സിന്റെ ഡെഫിനിഷൻ ഉണ്ട്. ലേണിംഗ് ഈസ് ദി മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ട്രെയിനിങ്. ഗേറ്റ്സ് എന്താ പറയുന്നത്? ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബിഹേവിയറിലുള്ള ഒരു മോഡിഫിക്കേഷൻ ആണ്, അല്ലെ? മോഡിഫൈ ചെയ്യലാണ്. എങ്ങനെ മോഡിഫൈ ചെയ്യലാണ്? ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ട്രെയിനിങ്ങിലൂടെയാണ്. ക്രോ പറയുന്ന ഡെഫിനിഷൻ എന്താണ്? ലേണിംഗ് ഈസ് ദി അക്വിസിഷൻ. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നമ്മൾ അക്വയർ ചെയ്യുക, നമ്മൾ നേടിയെടുക്കുക. എന്തൊക്കെ നേടിയെടുക്കുക? ഹാബിറ്റ്സ്, നോളജ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അതാണ് ക്രോ പറയുന്നത്. സ്കിന്നർ എന്താ പറയുന്നത്? ലേണിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ, അല്ലെ? മാറുന്ന ലോകത്തിനനുസരിച്ച് നമ്മുടെ ബിഹേവിയർ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രസീവ് പ്രോസസ് ആണ് ലേണിംഗ് എന്നാണ് സ്കിന്നർ പറയുന്നത്. ഹിൽഗാർഡ് എന്താ പറയുന്നത്? ലേണിംഗ് ഈസ് എ റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ദാറ്റ് ഒക്കേഴ്സ് എ റിസൾട്ട് ഓഫ് പ്രാക്ടീസ്, അല്ലെ? ഹിൽഗാർഡ് എന്താ പറയുന്നത്? നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യന്റെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ഒരു പെർമനന്റ് ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹിൽഗാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തോണ്ടിക് എന്താ പറയുന്നത്? ലേണിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് റെസ്പോൺസസ് ആർ കണക്റ്റഡ് വിത്ത് സിറ്റുവേഷൻ. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ലേണിംഗുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കോർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ നമുക്ക് നോക്കാം. ഒന്നെന്താണ്? ലേണിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, അല്ലെ? ലേണിംഗ് എന്ന് പറയുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്റെ അയൽവാസി ആയിട്ടുള്ള ഒരു ചേട്ടനുണ്ട്. പുള്ളിക്കാരൻ 65 വയസ്സ് 70 വയസ്സ് എന്തോ ഉണ്ട്. പക്ഷെ അദ്ദേഹം ഡെയിലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ഭയങ്കര ലേണിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, പുതിയ കാര്യങ്ങൾ അദ്ദേഹം ഡെയിലി ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും, പുതിയ കാര്യങ്ങൾ പഠിക്കാനും വേണ്ടിയിട്ട്. ഇപ്പൊ ഏതെങ്കിലും രാജ്യത്തിന്റെ ഇന്റേണൽ പൊളിറ്റിക്സിനെ പറ്റി പഠിക്കുന്നുണ്ടാവും, ചിലപ്പോൾ നാളെ മിഡിൽ ഈസ്റ്റിലെ ടെൻഷനെ പറ്റി പഠിക്കുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ ഓരോ ദിവസവും പുള്ളിക്കാരൻ എന്താണ് ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യാണ്. അപ്പൊ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. മനുഷ്യൻ ജനിച്ച അന്ന് മുതൽ മരണം വരെ എന്താണ് ലേണിംഗ് നമുക്ക് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്, അല്ലെ? പ്രായമായ ആളുകൾ ജെൻസി പോപ്പുലേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അവർ പഠിക്കുന്നുണ്ട്, അല്ലെ? ഫേസ്ബുക്ക് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, അല്ലെ? ഫേസ്ബുക്കിൽ എങ്ങനെ പോസ്റ്റുകൾ നമുക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഇതൊക്കെ ലേണിംഗ് പ്രോസസ് ആണ്, അല്ലെ? അപ്പൊ ലേണിംഗ് വരുമ്പോൾ എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഒരു മനുഷ്യൻ അവരുടെ എക്സ്പീരിയൻസിലൂടെ, അവരുടെ എഡ്യൂക്കേഷനിലൂടെ, മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ ആ ജീവിതത്തിന്റെ കാലാകാലങ്ങളോളം അവരെന്താണ് ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ നെക്സ്റ്റ് എന്താണ്? ലേണിംഗ് ബ്രിങ്സ് എ ചേഞ്ച് ഇൻ ബിഹേവിയർ. ലേണിംഗിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ഒരു ലേണിംഗ് എന്നുള്ള പ്രോസസിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താ അറിയോ?
ഒരു മനുഷ്യന്റെ ബിഹേവിയറിൽ ചേഞ്ച് കൊണ്ടുവരിക അല്ലെ. അപ്പൊ ലേണിംഗ് ലെഡ്സ് എ ചേഞ്ച് ഇൻ പേഴ്സൺസ് നോളജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്, ഹാബിറ്റ്സ് ഓർ ബിഹേവിയർ അല്ലെ. അപ്പൊ ലേണിംഗിലൂടെ ഒരു മനുഷ്യന്റെ നോളജിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്, അതുപോലെ തന്നെ അവരുടെ സ്കില്ലിൽ ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണ്, സ്വഭാവത്തിലെ ആറ്റിറ്റ്യൂഡ്, ഹാബിറ്റ്, ബിഹേവിയർ ഇതിലൊക്കെ എന്താണ് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് അല്ലെ. ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് അല്ലെ. ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് നിരന്തരമായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓക്കെ, അപ്പോ പ്രാക്ടീസിലൂടെ, ഒബ്സർവേഷനിലൂടെ, നമ്മുടെ സമൂഹമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ അങ്ങനെ ഒരു മനുഷ്യന്റെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്താണ്, ഫോർത്ത് പോയിന്റ്, ലേണിംഗ് ഈസ് റിലേറ്റീവ്ലി പെർമനന്റ് അല്ലെ. ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു പെർമനന്റ് ആയിട്ട് ഒരു മനുഷ്യന്റെ അവരുടെ ജീവിതത്തിൽ നിരന്തരം എന്താണ് ലാസ്റ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു പ്രോസസ്സാണ് ലേണിംഗ് എന്നുള്ളത്. പിന്നെന്താണ്, ലേണിംഗ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ് അല്ലെ. ആക്റ്റീവ് പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ് അറിയോ, ഒരാൾക്ക് ഒരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ആ ഒരു വിഷയത്തിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് കേരള ചരിത്രം എന്നുള്ള ഒരു വിഷയം എനിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഗൂഗിൾ സ്കോളറിൽ പോയിട്ട് ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് വായിക്കേണ്ടി വരും, ഒരുപാട് ആളുകളുടെ ഇന്റർവ്യൂസ് വായിക്കേണ്ടി വരും, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി പ്രൊഫസേഴ്സുമായിട്ട് ഞാൻ സംസാരിക്കേണ്ടി വരും, ഒരുപാട് ഡിബേറ്റുകൾ കാണേണ്ടി വരും അല്ലെ. അപ്പോ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ആക്റ്റീവായിട്ട് ഇറങ്ങിച്ചെല്ലണം അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, ഡൂ ചെയ്യണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്പെസിഫിക് കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ട് ലേൺ ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് മനസ്സിലാക്കേണ്ടത്. ഇതാണ് എന്ത് വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളൊരു ഭാഗത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കോൺസെപ്റ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന വളരെ നിങ്ങൾ നിർബന്ധമായിട്ട് സ്റ്റാർ ചെയ്ത് വെക്കുക 3 ഡൊമൈൻസ് ഓഫ് ലേണിംഗ്. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ഒരു പിക്ചർ വരച്ചു വെച്ചോ. ഓക്കെ, അക്കോർഡിംഗ് ടു ബ്ലൂംസ് ടാക്സോണമി ലേണിംഗ് ഈസ് ഡിവൈഡഡ് ഇൻടു 3 മേജർ ഡൊമൈൻസ് അല്ലെ. അപ്പോ ബ്ലൂംസ് ടാക്സോണമിയുടെ അടിസ്ഥാനത്തിൽ ലേണിംഗ് എന്നുള്ളത് എന്താണ്, പ്രധാനമായിട്ട് ലേണിംഗ് എന്നുള്ളത് പ്രധാനമായിട്ട് എന്താണ് 3 ആസ്പെക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സൈക്കോ മോട്ടോർ ലേണിംഗ് അല്ലെ, അതായത് ഫിസിക്കൽ സ്കിൽസ്, നമ്മൾ പുതിയ കാര്യങ്ങൾ ഈ മാനുവലി ഫിസിക്കൽ ആയിട്ടുള്ള സ്കില്ല് വഴി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഫക്റ്റീവ്, ആറ്റിറ്റ്യൂഡിലും സെൽഫിൽ ഉണ്ടാകുന്ന ഒരുപാട് ലേണിംഗ് ഉണ്ട്. കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ മെന്റൽ സ്കിൽസ്, നോളജ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലേണിംഗ് ആണ്. ഓക്കെ, പ്രധാനമായിട്ട് നമുക്ക് 3 മേജർ ഡൊമൈൻസുകളുണ്ട്. നമുക്കിതിൽ ഫസ്റ്റ് എന്താണ് കോഗ്നിറ്റീവ് ഡൊമൈൻ ലേണിംഗ് നമുക്ക് നോക്കാം. ഓക്കെ, ദിസ് ഡൊമൈൻ deals with the mental abilities and intellectual skills of a learner. It includes learning related to knowledge, understanding, thinking, reasoning, problem solving and decision making അല്ലെ. അപ്പൊ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു ഡൊമൈനിൽ നടക്കുന്ന ലേണിംഗ് എന്തിലുള്ള ലേണിംഗ് ആണ്, നോളജ് ഗെയിൻ ചെയ്യാനുള്ള ലേണിംഗ്, അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള ലേണിംഗ്, അതുപോലെ തന്നെ തിങ്ക് ചെയ്യാനുള്ള ഒരു ലേണിംഗ്, ഓക്കെ, അതുപോലെ തന്നെ റീസണിങ് ചെയ്യാനുള്ള ഒരു ലേണിംഗ്, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ലേണിംഗ്, ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു ലേണിംഗ്. ഇങ്ങനെ ഒരു മനുഷ്യന്റെ തിങ്കിങ് അല്ലെങ്കിൽ നോളജ് ഡെവലപ്പ് ചെയ്യുന്ന ലേണിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കോഗ്നിറ്റീവ് ഡൊമൈൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, എ സ്റ്റുഡന്റ് ലേൺ ടു എക്സ്പ്ലെയിൻ ദി കോസ് ഓഫ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ ഓർ സോൾവ് എ മാത്തമാറ്റിക്കൽ പ്രോബ്ലം അല്ലെ. ഈ ഫ്രഞ്ച് റെവല്യൂഷന്റെ കോസ് കണ്ടെത്തുക അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ കോഗ്നിറ്റീവ് ലേണിംഗ് അല്ലെ, കോഗ്നിറ്റീവ് ഡൊമൈനിലോട്ടുള്ള ലേണിംഗ് ആണ്. ആ ഒരു വ്യക്തിയുടെ നോളജ് ഡെവലപ്പ് ചെയ്യുന്ന ലേണിംഗ് ആണ്. അപ്പൊ അതെന്താണ്, ഒരു കോഗ്നിറ്റീവ് ഡൊമൈൻ ആണ്. മാത്തമാറ്റിക്കൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്താണ്, റീസണിങ് ചെയ്യാനുള്ള ഒരു മനുഷ്യന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്, കോഗ്നിറ്റീവ് ലേണിംഗ് ആണ്. അതാണ് ഈ പറയുന്ന കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പില്ലർ വരുന്നത്. സെക്കൻഡ് പില്ലർ എന്താണ്, എഫക്റ്റീവ് ഡൊമൈൻ. ഓക്കെ, ദിസ് ഡൊമൈൻ deals with feelings, emotions, attitude, values, interest and appreciation of a learner അല്ലെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫീലിങ്സ് എങ്ങനെ കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം അല്ലെ. എവിടെ സങ്കടപ്പെടണം, എവിടെ സന്തോഷിക്കണം അല്ലെ, എവിടെ നമ്മൾ മാനസികപരമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കണം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ലേൺ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇത് ലേൺ ചെയ്യുമ്പോൾ നമ്മൾ ആ ലേണിങ്ങിനെ വിളിക്കുന്ന പേരെന്താണ്, എഫക്റ്റീവ് ഡൊമൈൻ ലേണിംഗ് എന്നുള്ളതാണ്. ഓക്കെ, ഫീലിങ്സുകൾ, ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ് അല്ലെ, നമ്മളെ ലൈഫിന്റെ വാല്യൂസുകൾ, ഇൻട്രസ്റ്റ്, താല്പര്യങ്ങള്, അപ്രിസിയേഷൻസ്, ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് എഫക്റ്റീവ് ഡൊമൈനിലൂടെയാണ്. ഓക്കെ, ഇറ്റ് ഫോക്കസസ് ഓൺ
ഹൗ എ ലേണർ ഡെവലപ്സ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് അല്ലെ. ഇത് ഫോക്കസിങ് എന്താണ്, ഒരു ലേണറെ സംബന്ധിച്ചിടത്തോളം അവരെ ഡെവലപ്പ് ചെയ്യുന്ന പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സും വാല്യൂസും ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ സ്റ്റുഡന്റ് ഡെവലപ്പ് റെസ്പെക്ട് ഫോർ ടീച്ചേഴ്സ്, കൺസേൺ ഫോർ ദ എൻവിറോൺമെന്റ് ഓർ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ടീം വർക്ക് അല്ലെ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ടീച്ചേഴ്സിനോടുള്ള ഒരു ബഹുമാനം, അതെന്താണ് എഫക്റ്റീവ് ഡൊമൈൻ ആണ് അല്ലെ, വാല്യൂ ആണ്. അതുപോലെ തന്നെ എൻവിറോൺമെന്റ് കൺസേൺ അല്ലെ, സമൂഹം നമ്മുടെ ചുറ്റുപാട് തമ്മിലുള്ള അല്ലെങ്കിൽ നമ്മളെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു കൺസേൺ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു എഫക്റ്റീവ് ഡൊമൈൻ ആണ്. അതുപോലെ തന്നെ ടീം വർക്കിനോടുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതെന്താണ് ഒരു എഫക്റ്റീവ് ഡൊമൈൻ ആണ്. അണ്ടർസ്റ്റുഡ്? യാ. നെക്സ്റ്റ് എന്താണ്, സൈക്കോ മോട്ടോർ ഡൊമൈൻ ആണ്. നമുക്ക് എന്താ സൈക്കോ മോട്ടോർ ഡൊമൈൻ നമുക്ക് നോക്കാം. ദിസ് ഡൊമൈൻ ഡീൽസ് വിത്ത് ദി physical skills and motor activities that involve coordination between the mind and body അല്ലെ. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എഴുതാൻ വേണ്ടി പഠിക്കുന്നത് എന്താണ്, ഒരു തരത്തിലുള്ള ലേണിംഗ് ആണ്. കാരണം എഴുതാന്ന് പറയുമ്പോൾ എന്താണ്, മൈൻഡിലുള്ള ഒരു ആശയം നമ്മുടെ വിരലുകളിലൂടെ നമ്മൾ ആ പുസ്തകത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, അത് ലേബൽ ചെയ്യണം. അതെന്താണ്, ഒരു സ്കില്ലാണ്, അത് നമ്മൾ ലേൺ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ. അതിനാണ് സൈക്കോ മോട്ടോർ. അതായത് നമ്മുടെ ഫിസിക്കലായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് ലേണിംഗ് ഡെവലപ്മെന്റ്സ് ഉണ്ട്. റൈറ്റ് ചെയ്യാൻ, അതുപോലെ ചിത്രങ്ങൾ വരക്കാൻ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കാനും വേണ്ടിയിട്ട്, സയൻസ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ, ലബോറട്ടറി സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ. ഇതൊക്കെ എന്താണ്, നമ്മൾ കൈകൾ യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കൈകൾ നിന്നിട്ട് ഇപ്പൊ കാറുകൾ, ഫുട്ബോൾ കളിക്കുക, സോസർ കളിക്കുക എന്നുള്ളത് എന്താണ്, അതൊരു സൈക്കോമോട്ടർ ഡൊമൈൻ ഡെവലപ്മെന്റ് ആണ്, ലേണിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് സൈക്കോമോട്ടർ ഡൊമൈൻ അല്ലെങ്കിൽ ഫിസിക്കൽ സ്കിൽസ്, മോട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ലേൺ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പറയുന്നത് സൈക്കോമോട്ടർ ഡൊമൈൻ ലേണിംഗ്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ട 3 ഡൊമൈൻസ് ഓഫ് ലേണിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് ലേണിംഗ് എന്നുള്ള കോൺസെപ്റ്റ്സിന്റെ വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എഡീഷണൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ലേണിംഗുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ല് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 1-2 ദിവസത്തെ ഗ്യാപ്പിലാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ്, വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സെയിം സിസ്റ്റമാറ്റിക് പാറ്റേണിൽ പഠിച്ചു പോകാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ്, സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, സൈക്കോളജിയിൽ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റും. എഡീഷണൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാവുന്നതാണ്. Okay, yeah, that's enough for today. So that's all about today's session. So we'll see you on the next video. Till then, bye and thanks everyone.